ഇതിനു മുമ്പ് കെട്ടിയോളാണെന്ന് മാലാക ചെയ്ത് അതിൽ ഈ പറയുന്ന പോലെ വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതിന് ഇത്ര വർഷം ശേഷം ഈ ഒരു സിനിമയിൽ ഇതിലും വിവാഹശേഷം ഒരു പുരുഷൻ അനുഭവിക്കുന്ന മറ്റൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ വന്നേക്കുന്നത്. അപ്പം ആ ഒരു ചേഞ്ച് വരുത്തണമെന്ന്, അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോഴാണെങ്കിലും ഇത് ചെയ്യുമ്പോഴും ശ്രീവാച്ചന്റെ ഒരു രീതിയിലും ഇതിനെ നമുക്ക് ഈ ക്യാരക്ടറിനെ കാണാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു പ്രശ്നങ്ങളും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചുകൾ വരുത്താൻ കറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ? കാര്യം ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എൻ്റെ അടുത്ത് ചെയ്ത് നറേറ്റ് ചെയ്ത സമയം മുതൽ എൻ്റെ ഒരു കൺസേൺ ഇത് കെട്ടിളാണ്ട മാലാകയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫോൺ ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് കണ്ടത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങളായിട്ടും അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഭംഗി തന്നെയായിരുന്നു എനിക്കിത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ സേതു ഇതിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ മൊത്തം പ്രോസസ്സ്. അപ്പം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് നറേറ്റ് ചെയ്ത് തരുന്ന സമയത്ത് നമുക്ക് വേറെ കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ സേതുവിന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് ബേസിക്കലി ചെയ്യുന്ന സമയത്തും എനിക്ക് ആ പറയുന്ന പൊളിറ്റിക്സിനോടൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുമെന്നായിരുന്നു എൻ്റെ കൺസേൺ ഉണ്ടായിരുന്നത്. താങ്ക് യു. ശരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ആ തിയേറ്ററിൽ വരുന്ന ഓരോ കൈയ്യിൽ കാണുന്ന സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യപ്പെടുകയാണ്. നിയമങ്ങൾ പലപ്പോഴും ചൂഷണത്തിലാവുകയും പല വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പെയിൻ ഇപ്പൊ ആ സമയത്തെ നമ്മൾ അറിയില്ല, അതിനുശേഷം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അപ്പോൾ ആ കഥാപാത്രത്തിന്റെ ജീവിതം കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ എത്രത്തോളം ആ കഥാപാത്രമായി മാറാനായിട്ട് ഇങ്ങനൊരു നമ്മൾ കുറെ വാർത്തകളൊക്കെ കാണുന്നുണ്ടാക്കിയിരുന്നു, അതിനൊക്കെ റിസർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും. ഇങ്ങനെ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും, ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നത് കാണാം. ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര്, നമ്മള് ഫ്രണ്ട്സിന് അറിയാവുന്നവര്, അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പൊ അതൊക്കെ തുറന്നൊരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു കാണിച്ചൊരു ധൈര്യമാണത്. ഒരു വക്കീലിന്റെ കഥാപാത്രമായപ്പോഴും അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ പറയുന്നില്ല അത്. അപ്പം അങ്ങനത്തെ ചില ഇമോഷൻ, ഇപ്പൊ ഒരു നിയമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞിടെ തന്നെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി കൊടുക്കുന്ന ഒരു കേസിന്റെ പുറകെ അദ്ദേഹം 5 വർഷമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള ഒരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ചേട്ടൻ മനസ്സിൽ തോന്നിയതൊക്കെ അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിൽ അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പോൾ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തിൽ യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറേ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക്
തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. ശരിക്കും ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ പല ഡയലോഗ്സിനും കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി, ഈ സമയത്തെ ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം അത് ശരിക്കും എനിക്ക് ഒന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സബ്ജക്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഇപ്പൊ തിയേറ്ററിൽ കയ്യടികൾ ഒരുപാട് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണൽ തോന്നിയത് ഇപ്പൊ നിയമമായാലും നിയമപാലകരായാലും നിയമം നടത്തുന്നവരായാലും ശരി അത് ഈക്വൽ ആയിരിക്കണം. അത് രണ്ടും ആണെന്ന പെണ്ണെന്ന വ്യത്യാസം ഉണ്ടാവാതെ അതിപ്പോൾ കാരണം ഒരു കേസ് കൊടുത്താൽ പോലും അതൊരു കാരണവംശം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പുറകെ നടക്കുന്നുണ്ടാകുന്ന നമുക്ക് ഫിനാൻഷ്യലായാലും നമ്മുടെ ജോലിയായാലും കുടുംബമായാലും ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട്. അതാരും അറിയപ്പെടുന്നില്ല. അതൊക്കെ ഈ ചെറിയ സീനുകളാണ് നമുക്ക് കൃത്യമായിട്ട് കൺവേ ആവുന്നത്. അപ്പോൾ ശരിക്കും നിയമത്തോടുള്ള നിയമപാലകരോടുള്ള ഒരു ചോദ്യമല്ലേ? അല്ല, ശരിക്കും ഇപ്പൊ ബ്രോ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരാൾ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് ഒരു കുറ്റം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന സമയത്ത് അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. അതാണ് ഒരു രീതിയിൽ ഈ സിനിമയിലെ സഹദേവനാണേലും ഈ പറയുന്ന മക്കാരിക്കയുടെ ക്യാരക്ടറാണേലും സിദ്ധുവിൻ്റെ ക്യാരക്ടറാണേലും എല്ലാവരും വഴി ഞാൻ പറയാൻ ശ്രമിച്ചത്. നമസ്കാരം. ചേട്ടന്റെ കഥാപാത്രമായിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യും. നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇൻസിഡൻസ് ഒക്കെ വായിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്കും വിഷമം തോന്നും. ഇങ്ങനൊരു അത്ര നാളും പോറ്റി വളർത്തിയവർ തന്നെ നമ്മളെ ഉപേക്ഷിക്കുമ്പോൾ പെയിൻ ഒക്കെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനൊരു കഥാപാത്രം കിട്ടുമ്പോൾ ചേട്ടൻ മനസ്സിലൂടെ പോയ കാര്യങ്ങളൊക്കെ അതെ, ഇത് തന്നെയാണ്. നമ്മൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കേട്ടും വായിച്ചും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സേതു എനിക്ക് പറഞ്ഞു തന്നു. ഈ ക്യാരക്ടറിൻ്റെ ഡെപ്ത് എന്താണെന്നും. ഒരുപാട് സീനുകളൊന്നുമില്ല ഷോട്ട്, അതിൽ കുറച്ച് സീനുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു അത് തന്നെ അധികമാണ്. ഇത് പെർഫോം ചെയ്യേണ്ട ഒരു വേഷമാണ്. ആ പെർഫോമൻസിന് ചാൻസ് ഉണ്ട് ഇതിൽ. അത് 1-2 സീൻസിൽ മാത്രമേ ഉള്ളത്. പക്ഷെ ആ സീൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളൊരു നറേഷൻ എനിക്ക് സേതുവിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. കാരണം അത് നമുക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടർ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ പകുതി ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ പകുതി അഭിനയിച്ചാൽ മതി. അപ്പോൾ അത് നല്ല പോസ്റ്റിംഗ് ആയിരുന്നു. അത് എവിടെയൊക്കെ വരുന്നു, എവിടെയൊക്കെയാണ് അതിൽ പെർഫോം ചെയ്യേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്ന അവിടെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തിയേറ്ററിൽ ആൾക്കാർ അത് കണ്ടിറങ്ങിയപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് ഫുൾ ഉത്തരവാദിത്തം സേതു തന്നെയാണ്. സേതുവിൻ്റെ ചിലപ്പോൾ സേതു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇയാളെ. പക്ഷെ നമുക്ക് അറിയാവുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ മക്കാരിക്ക. നമ്മളിപ്പോൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയാൻ ഡിവോഴ്സിനൊക്കെ A4 ഷീറ്റിന്റെ വില പോലും ഇല്ല, പേപ്പറിന്റെ ഒരു വില പോലും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞ രണ്ടിന് ഡിവോഴ്സ് എന്നുള്ള മെന്റാലിറ്റി വെക്കുക ആളുകൾ. അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഒന്ന് പറഞ്ഞ ഡിവോഴ്സ് ആണ് ഒരാളുടെ സ്വത്തിന് എത്ര ഭാഗം കിട്ടിയിരിക്കണം എന്തോ ഒരു അവകാശം പോലെയാണ് ഇത്. ശരിക്കും പറഞ്ഞ നിയമത്തിന് ഇങ്ങനെയുള്ള ലൂപ്ഹോൾസ് ഉള്ളത് എന്താ പറയുക, നമുക്ക് ചൂഷണം പോലെ അല്ലേ? നമുക്കിപ്പോ ഒരാളെ നമുക്ക് അറിഞ്ഞെന്താ സ്നേഹിച്ചെന്ന് വിവാഹം കഴിക്കാൻ പോലും ഇപ്പം 10 ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ല, ശരിയാണ്, വളരെ ശരിയാണ്. നിയമത്തിൻ്റെ ഒരുപാട് പഴുതുകളുണ്ട്, ലൂപ്പ് ഹോൾസ് ഉണ്ട്. അത് അടയ്ക്കുക തന്നെ വേണം. അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്ന പോലെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചില പിടിവാശികൾ, അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാകണ്ട, ഒരിക്കലും ഞാൻ പറയില്ല. തുല്യസ്ഥാനം വേണം. പക്ഷേ ഭർത്താവ് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ 2 പേർക്ക് 2 സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും. എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച്. ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം. അവർ ഡിവോഴ്സായി. പക്ഷേ അതൊരു കോംപ്രമൈസ് ആകാവുന്നുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാണ്. അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ 2 പേരും കോംപ്രമൈസിന് തയ്യാറല്ല. അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത്? ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വലുത്? എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ്. ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ, ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാവണമെന്നില്ല. ഭർത്താവിനും ചിന്തിക്കാം, ചെന്നൈയിൽ ഇപ്പോൾ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരവരുടെ ടേസ്റ്റ്, വളർന്ന സാഹചര്യമുണ്ട്, ജീവിച്ച സാഹചര്യമുണ്ട്. അത് ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മനസ്സിലുള്ളത് എന്താണ്,
പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം. പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം, അത് ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും, സ്ത്രീധനത്തിൻ്റെ പ്രശ്നമൊക്കെ തന്നെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് വേറെ രീതിയിൽ ഗിഫ്റ്റായിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം 100% തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നിയമത്തിൻ്റെ ഈ ലൂപ്പ് ഹോൾസ് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരു വിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാങ്ക്ടിറ്റി, അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, ഇപ്പോഴും അത് വളരെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ, ഡിവോഴ്സുകളൊക്കെ കുറയാൻ, അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിനെയോ ഭാര്യയോ ക്രൂശിക്കുന്നത് കുറയാൻ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പൊ കരിയറിൽ ഏറ്റവും നല്ല പീരീഡിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്, നല്ല നല്ല കഥാപാത്രങ്ങളോട് കുറച്ച് റിയലിസ്റ്റിക് ആക്ടർ എന്ന ലെവലിലേക്ക് ആസിഫ് കുറച്ചുകൂടെ ആളുകൾക്ക് അടുത്തറിയാൻ പറ്റുന്ന ആക്ടറാണ് ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ. നമുക്ക് അടുത്ത് എവിടെയോ കണ്ടിട്ടുള്ള എവിടെയോ കേട്ടിട്ടുള്ള ഒരാൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ അച്ചോട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞിടെ സർക്കിട്ട് എന്ന സിനിമയുടെ കഥാപാത്രം നല്ല റെസ്പോൺസീവ് ആണോ? പക്ഷെ തിയേറ്ററിൽ അത്രയും ആളുകൾ കയറുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ നല്ല കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ചിലപ്പോൾ ആളുകൾ ചില പെർട്ടിക്കുലർ ടൈമിൽ തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ ഇഷ്ടപ്പെടുന്നത് വേറൊരു തരത്തിലുള്ള സിനിമകളായതുകൊണ്ടായിരിക്കാം. വിജയിക്കുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പം തിയേറ്റേഴ്സിൽ വന്ന് കാണാൻ കുറച്ച് എക്സ്ട്രാ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമകളായിരിക്കാം. എനിക്ക് ശരിക്കും എനിക്ക് നല്ല ഒരു ആക്ടറിനും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പല സമയത്തും ചില സിനിമകൾ തിയേറ്ററിൽ എന്തുകൊണ്ടാണ് ആളുകൾ കാണാൻ പ്രിഫർ ചെയ്യാത്തത് എന്നുള്ളത്. അതൊരു ഉത്തരവില്ലാത്ത ചോദ്യമാണ്. പക്ഷെ നല്ല സിനിമ ചെയ്യാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റുള്ളൂ. ആളുകളെ കാണിക്കുക എന്നുള്ളത് കുറച്ച് പണിയാണ്. കഥാപാത്രങ്ങൾ കണ്ടിപ്പോ ചില സിനിമകൾ കാണുമ്പോൾ പറയായിരിക്കാം, ചേട്ടാ ആ കഥകളുടെ കഥാപാത്രം ഇനി ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനെ കഥകൾ ഇനി വരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ലോക്കിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം വന്നിട്ടുണ്ടെങ്കിൽ ഒരു കഥാപാത്രം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും, അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓ സോ ഓണേഡ്, സോ ഓണേഡ്. താങ്ക് യു. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അതിൻ്റെയൊക്കെ ക്രെഡിറ്റ്സ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനും കൂടുതൽ സമയം തരാനും ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എൻ്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത്. സംവിധായകനോടൊരു ചോദ്യം, ഇത് പണ്ട് കാലത്താണ് കൂടുതലും മെസ്സേജ് ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ സാറൊക്കെ ചെയ്യുന്ന സിനിമകളൊക്കെയാണ് കൂടുതലും മെസ്സേജ് ഉള്ള അത്തരത്തിലുള്ള സിനിമകൾ. ഇപ്പം സിനിമ മൊത്തത്തിൽ മാറി ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ സിനിമ വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും താങ്കൾ അല്ലെങ്കിൽ താങ്കളെ പോലുള്ളവരാണ് ഇപ്പോൾ കുറച്ച് ചുരുക്കം ആളുകളാണ് മെസ്സേജ് അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു വിഷയം ഓൾറെഡി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കണം, അല്ലെങ്കിൽ ടേക്ക് അവേ ഒരുപാടുണ്ട്. അല്ല, മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ചിത്രം ഉണ്ടാക്കുക എന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം എന്റർടൈനിങ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് നോക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റില്. അതിൽ നിന്നൊരു ചോദ്യം ചോദിക്കണം. ഇപ്പം അതായത് ഇപ്പം കുറച്ച് നാളും വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നല്ല സിനിമ, മോശം സിനിമ, ആവറേജ് സിനിമ, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആളുകൾ പറഞ്ഞ 100 കോടിയുടെ സിനിമ, 150 കോടിയുടെ സിനിമ, ഇത്ര ബഡ്ജറ്റ് കിട്ടിയ സിനിമ, ഇന്ന ആക്ടർ ഇത്ര കോടി മുടക്കിയ സിനിമ. ഒരു സിനിമ എന്ന ഒരു കല അല്ലെങ്കിൽ ഒരു കണ്ടിരിക്കാൻ ഒരു ആസ്വാദന എപ്പോഴും നഷ്ടപ്പെടാൻ തോന്നുന്നുണ്ടോ സിനിമയ്ക്ക്?
ഇല്ല, അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്, അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിൻ്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിലെന്ന് ആരും ചർച്ച ചെയ്യില്ല, ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോൾ എത്ര കോടി ക്ലബിൽ, അപ്പോൾ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പം അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്, അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പം ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹിന്ദിയിൽ പോലും ചിലപ്പം ഇതെടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ചില ചിത്രങ്ങളാണ് എത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആസിഫ് അലി എന്ന നടനെ നമുക്കെല്ലാവർക്കും ഇഷ്ടം, സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം. ഡയറക്ടർ സാർ, ഇപ്പം കണ്ടന്റ് പ്ലസ് ആസിഫ് അലി മിനിമം ഗ്യാരണ്ടി, ആ ഒരു ഫോർമുല തന്നെയായിരുന്നു തുടക്കം മുതൽ മനസ്സിലുണ്ടായിരുന്നത് ആസിഫ്? അല്ല, അത് ഞാൻ ആസിഫ് ബ്രോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കഥയുടെ തിരക്കഥ എഴുതുന്ന സമയത്ത് ഞാൻ ശ്രീവാച്ചനായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ ആസിഫ് ബ്രോയുടെ എക്സൈറ്റ് ചെയ്യിച്ച ക്യാരക്ടർ. അപ്പോൾ ഞാൻ ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ആ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് ഉറപ്പായിട്ടും മനസ്സിൽ. പിന്നെ കഥ പറയുക, ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, അതോടെ സെറ്റായപ്പോൾ കഥ മുന്നോട്ട് കൊണ്ടുപോയി. ആഭ്യന്തര കുറ്റവാളിയിലെ ജഡ്ജായിട്ട് അഭിനയിച്ചത് അഡ്വക്കേറ്റ് സുഗീഷ് റോയാണ്. അദ്ദേഹമാണ് ആഭ്യന്തര കുറ്റവാളിയുടെ കേസ് വാദിച്ചത്, കോടതിയിൽ വാദിച്ചത്. അപ്പോൾ എനിക്ക് നൈസാം സലാമിനോട് ചോദിക്കാനുള്ള കാര്യം, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം മുമ്പേ ഇറങ്ങാം. എന്തുകൊണ്ടാണ് താങ്കൾ ഇതുവരെ ഇത്രയും നാള് ഇത്രയും, എനിക്ക് തോന്നുന്നു അത്രയും മനക്കെട്ടി വേണം, അത്രയും ശക്തി വേണം, എന്തായിരുന്നു ആ ഒരു വിശ്വാസം? ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ സുകേഷ് റോയിയെ തക്ക സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് സുകേഷ് റോയി കേസിന് ആക്റ്റീവായിട്ട് നിന്നു. അതിന് സുകേഷിനോടും മീര എന്ന് പറയുന്ന അവരുടെ അഡ്വക്കേറ്റ് ഉണ്ട്, രണ്ടുപേരോടും വളരെ നന്ദിയുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മനക്കെട്ടിയല്ല, അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എന്ത് വന്നാലും ഇങ്ങനെയുള്ള ഒരാളിനെ പ്രൊമോട്ട് ചെയ്യില്ല, ഇങ്ങനെ കാശ് കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. അതെൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂവിന് പോലും അറിയാം. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാറുമില്ല, കാശ് ചിലവാക്കാറുമില്ല. അപ്പോൾ അതും ഇതുപോലെ തന്നെയായിരുന്നു. വേണം 50 ലക്ഷം വേണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കൊടുത്തിട്ട് ഈ സിനിമ ഇറക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരുപാട് പ്രതിസന്ധികളും വിഷമവും ഒക്കെ ഉണ്ടായി. ചില സമയത്തൊക്കെ സങ്കടവും വന്നിരുന്നു ആ സമയത്ത്. പക്ഷെ ആരോടും പറയാൻ പറ്റില്ല. നമ്മൾ ഇപ്പം ഒരു കേസ് കോടതിയിലെത്തിയ ഞാൻ ഒരുപാട് കാര്യം ആഭ്യന്തര കുറ്റവാളി കൊണ്ട് പഠിച്ചു. ഏതൊക്കെ കോർട്ടുണ്ടെന്ന് പഠിച്ചു. അതായത് ഡിസ്ട്രിക്ട് കോർട്ട്, ലോവർ കോർട്ട് മുതൽ ഹൈക്കോടതി വരെ എങ്ങനെയാണ്, കേസ് എന്താണ്, IP എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചു. അത് ഈ ആഭ്യന്തര കുറ്റവാളിയാണ്. അതിനു മുമ്പ് ഒരു പോലീസ് സ്റ്റേഷനോ കോടതിയോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ 17-ാം തീയതി റിലീസാവാതെ വന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഞാൻ ഒരുപാട് പണിയെടുത്തു, ഒരുപാട് എന്താ പറയുക, സുപ്രീം കോടതി വരെ പോയി. പക്ഷേ എന്തോ നല്ലൊരു സാഹചര്യത്തിന് എനിക്ക് ദൈവം പടച്ചോൻ ഇതാണ് വിധിച്ചിരുന്നത്. നല്ലൊരു ഡേറ്റ്, നല്ലൊരു ടൈം, എനിക്ക് ഒരുപാട് കൺട്രികളിൽ പടം റിലീസ് ചെയ്യാൻ പറ്റി. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കേരളത്തിൽ മാത്രമേ ഈ പടം ഇറക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം കോടതി വിധി വന്നാലേ ഇത് ഇറക്കാൻ പറ്റൂ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, പടച്ചോന്ന് ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നടന്നു. സന്തോഷം. പിന്നെ എല്ലാവരോടും, എൻ്റെ ക്രൂവിനോടും ആസിഫിനോടും എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരും വിളിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ ചില സമയത്തൊക്കെ ഒറ്റപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ചില ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു പുള്ളിയുടെ ഒരു 13 കിലോ വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. പുള്ളി ഞാൻ വെയിറ്റ് കൂടി, കാരണം എനിക്ക് ടെൻഷൻ വന്നാൽ ഫുഡ് കഴിക്കാനാണ്, അല്ലാതെ വേറൊരു പണി അറിയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. വേറെ
വക്കീലിനോട് വളരെ നന്ദിയുണ്ട്. കാരണം സുകേഷ് ആദ്യം മുതൽ എല്ലാ കോർട്ടിലും നമ്മളിവിടുന്ന് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ജില്ലാ പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്താണെന്ന് പറഞ്ഞു, ഇന്നലെ കിട്ടിയൊരു ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ട്. അഡ്വക്കേറ്റ്സ് കള്ളം പറയും, ശരിയാണത്, ഓക്കെ. പക്ഷെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ഹൈക്കോടതിയിലൊക്കെ പോയി വാങ്ങിച്ചത്. അതിൻ്റെ വിധി ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, നിങ്ങൾ ട്രയൽ കോർട്ടിൽ പോകും, ആരാണ് കാശ് തരാനുള്ളത് അവരുമായിട്ട് കേസ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനോ എൻ്റെ ബാനറോ അല്ലെങ്കിൽ എൻ്റെ ക്രൂ ആരും ഇതിനകത്ത് ഒരു സാമ്പത്തികത്തിലും ഇടപെട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അതിനേക്കാളെല്ലാം ഉപരി നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതിനി പബ്ലിക്കിലും ഓഡിയൻസിൽ കറക്റ്റായിട്ട് റീച്ചായി ഈ സിനിമ ഒരു സക്സസ് ആയാൽ മാത്രമാണ് ഇതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും വേണം. താങ്ക് യു. അവന് കണ്ടന്റ് ആവശ്യമുണ്ട്, അപ്പൊ അവനിങ്ങനെ പല കണ്ടന്റും കൊണ്ടിടും, അത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഈ ജഗദീഷ് ചേട്ടൻ പറഞ്ഞു തുടങ്ങിയ പോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ നിങ്ങളെല്ലാവരും അറിയിച്ചു, നിങ്ങളെല്ലാവരും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി. ഇപ്പം നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ഇന്ന് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കുടുംബത്തിനും സംഭവിച്ച അപകടം. ഷൈൻ്റെ എല്ലാ കുസൃതിക്കും നമ്മൾ ചിരിച്ചിട്ടുണ്ട്, ദേഷ്യം പിടിച്ചിട്ടുണ്ട്, ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് ഇനി അങ്ങോട്ട് ഷൈന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ അറിയാമല്ലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ താങ്ക് യു എല്ലാവരും. ഇനി കാണാനുള്ളവരെല്ലാവരും സിനിമ കാണുക.